വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹിന്ദുത്വ ഭീകരത, നേരത്തെ പറഞ്ഞ കാവി ഭീകരത, സാഫ്രൻ ടെറർ, അത് അരക്കിട്ടുറപ്പിക്കാനായിരുന്നില്ലേ 2008 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് മുഖ്യമന്ത്രിയായുള്ള കോൺഗ്രസ് സർക്കാർ നാസിക് ജില്ലയിലെ മലേഗാവിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെച്ചത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മലേഗാവ്. അപ്പോൾ സ്വാഭാവികമായി ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലേ, ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് അല്ലേ ഉറപ്പിക്കാനുള്ള പാറ്റേൺ ആണ് ഇത്. നമുക്ക് മനസ്സിലാക്കാം. 2006 2007 ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരെയും ലോകരാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെയും പിടിച്ചു കുലുക്കിയ ജൂലിയൻ അസൈഞ്ചിന്റെ വെളിപ്പെടുത്തലുകൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതെ, ആ വെളിപ്പെടുത്തലുകൾ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് വളരെ പ്രസക്തമായ ഒരു 4 കേബിളുകൾ ലീക്കായിരുന്നു. അത് പ്രധാനമായും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറഞ്ഞത്, അത് രഹസ്യ മീറ്റിങ്ങുകളിൽ പറഞ്ഞത്, ഭാരതത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശല്യമല്ല, ഏറ്റവും വലിയ മെനസ് അത് ഇസ്ലാമിക ഭീകരവാദമല്ല, മറിച്ച് അത് ഹിന്ദു ഭീകരവാദമാണ്, സാഫ്രൻ ടെറർ. അപ്പൊ ഈ രാജ്യത്തൊരു സാഫ്രൻ ടെറർ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യങ്ങളിൽ ഒന്നായിരുന്നു ആ കാലത്ത്. കാരണം കോൺഗ്രസ് പാർട്ടി ആ കോമൺവെൽത്ത് ഗെയിമിന്റെയും മറ്റും തുടർച്ചയായിട്ടും, അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെയും ഈ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഷർ കൊണ്ട് പല കഷണങ്ങളായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം, ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അവരുടെ ഉള്ളിൽ ആഭ്യന്തരമായിട്ടുണ്ടായിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് വേണം? അവർ എയിം ചെയ്യുന്ന ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങൾ, അവരുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റി, അവർക്ക് ഏറ്റവും സുലഭമായി വോട്ട് ലഭിക്കാവുന്ന, അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം ഉത്തരേന്ത്യയിൽ ആ കാലത്ത്. അപ്പോൾ അവിടെ ഇതിന് കൃത്യമായ ഒരു പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മാലേഗാവിൽ നടന്നിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായ പ്രസ്താവനയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സന്യാസിനിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇനി ചെയ്യാൻ ഭേദ്യം ബാക്കിയൊന്നുമില്ല, അവർ ചോര ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത് പല റിപ്പോർട്ടിലും. ഇവിടെ ഈ കഴിഞ്ഞ സമാനമായ ഒരു സന്ദർഭം ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഛത്തീസ്ഗഡ് ബസ്തർ ഭാഗത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ എന്തിന് പട്ടാളക്കാർക്ക് പോലും കയറിപ്പോകാൻ പറ്റാത്ത ഇടത്ത് കേരളീയരായ കന്യാസ്ത്രീകൾ കയറി ചെന്ന് അവിടുത്തെ ആദിവാസി കുട്ടികളെ മതം മാറ്റുകയും പേരും, അതൊരു അച്ഛൻ, ഒരു പള്ളിയച്ഛൻ ഏഷ്യാനെറ്റ് വിളിച്ച് പറഞ്ഞു പേര് മാറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് ശരിയായ മതപരിവർത്തനമാണ്. അവരെ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ പേരിലാണ്? മതം മാറ്റത്തിന്റെ പേരിലല്ല. അറസ്റ്റ് ചെയ്തത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പേരിലാണ്. അതും കടന്നു ചെല്ലാൻ ആവാത്ത ഇടങ്ങളിൽ കടന്നു ചെന്നതിന്റെ പേരിലാണ്. നക്സലൈറ്റ്സ് ഇവരെ മാത്രം ഒരിക്കലും ഉപദ്രവിക്കാൻ, ഒഡീഷയിലായിക്കോട്ടെ ഈ ബസ്തറിലായിക്കോട്ടെ, കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്നുമില്ല. മാത്രവുമല്ല, ഇതേ മഹാരാഷ്ട്രയിൽ ഭീമ കൊറേഗാവ് ഓർമ്മയുണ്ടല്ലോ, ആ ഭീമ കൊറേഗാവ് കലാപത്തിന് ആസൂത്രണം ചെയ്തതിന്റെ പേരിലാണ് NIA, നാഷണൽ ഇതേ NIA കോടതി ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആളെ കുറ്റപത്രം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആ ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്താൽ ഉടനെ ഇവിടെ ഈ ഭാരതം കത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ രണ്ടു കൂട്ടരും. ഒരു ഒറ്റ കന്യാസ്ത്രീയെ, ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ രാജ്യം കത്തിക്കുക. ഇവിടെ പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന സന്യാസിനെ നിരന്തര ഭേദ്യം ചെയ്തിട്ടും ഒരു ഹിന്ദു പോലും ആ കുറ്റം തെളിയുന്നത് വരെ മൗനം പാലിക്കല്ലാതെ പത്രപ്രസ്താവന നടത്തുകയോ RSS റോഡിൽ പ്രതിഷേധം നടത്തുകയോ, പിന്നെ ഇന്നലെ തൃശ്ശൂർ കണ്ട ആഭാസം പോലെ ഈ ലോഹയിട്ട കുഴിമാടങ്ങളുടെ പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ല. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ്. മനുഷ്യക്കടത്തിന് പിടിക്കപ്പെട്ടവരെ പോലും കപടവാദം പറഞ്ഞുകൊണ്ട്, മതഹത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് BJPയെ കുരുക്കാനുള്ള ഒരു അവസരമാക്കി എടുത്തിരിക്കുകയല്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇവിടെ നടന്നത് തന്നെയാണ്. അതായത് ജൂലിയൻ അസൈഞ്ച് പറഞ്ഞു, ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് പൊളിച്ചവരും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഗുജറാത്ത് കലാപം നടത്തിയവരും ഹിന്ദു ഭീകരവാദികളാണ്. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദം ഹിന്ദു ഭീകരവാദമാണ്, കാവി ഭീകരവാദമാണ്, അല്ലാതെ ഒരു കാരണവശാലും എന്തല്ല ഇസ്ലാമിക ഭീകരവാദമല്ല. എന്നാൽ നമ്മുടെ ചരിത്രം എന്താണ്? ഈ രാഷ്ട്രത്തെ രണ്ടാക്കി വിഭജിച്ച ഭീകരവാദം എന്താണ്? മഹാത്മാഗാന്ധിയുടെയും മറ്റ് നേതാക്കന്മാരുടെയൊക്കെ കീഴിൽ അണിനിരുന്ന ഏകോദര സഹോദരങ്ങളെ അണിനിരുന്ന എല്ലാ സമുദായങ്ങളെയും വഞ്ചിച്ചത് ആരാണ്?
ഒന്നിച്ച് ഒറ്റയടിക്കാണ് ഞങ്ങൾക്ക് സ്വന്തം രാഷ്ട്രമാണെന്ന് ആവശ്യപ്പെട്ട് ഇതിനകത്തുനിന്ന് പോയ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പാണ്. അവർ ഭീകരവാദികളല്ല. നിരന്തരം മുംബൈയിൽ തന്നെ 7 കണ്ടിന്യൂസ് സ്ഫോടനം ഒക്ടോബർ മാസം നടത്തി ആ ട്രെയിനിൽ, പാസഞ്ചർ ട്രെയിനിൽ. അങ്ങനെ ഭാരതം ഒട്ടുക്കും 26/11 അടക്കമുള്ള മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള 100 കണക്കിന് ഭീകരവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും നടത്തി ആയിരക്കണക്കിന് ആളുകളെ കൊന്നവർ ഭീകരവാദികളല്ല, അവർ മതേതരവാദികളാണ്. മറിച്ച് പിന്നെ ഈ മലഗാവ് സ്ഫോടനത്തിലുള്ള പ്രജ്ഞാ സിംഗ് ഠാക്കൂറും മറ്റ് സന്യാസിനിമാരും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളും എല്ലാം ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും അങ്ങനെ വരുത്തി തീർക്കേണ്ടതും കോൺഗ്രസിന്റെ അത്യാവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഒരു പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തിട്ടാണ് ഇന്ന് മോദി ഭാരതം ഭരിക്കുന്നത്. കാരണം ഹിന്ദു സമൂഹത്തെ അന്യവൽക്കരിക്കുകയും ഹിന്ദു സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ വിഭവശേഷിയിൽ പ്രഥമാധികാരം ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്കാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയമാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ മാലഗാവ് സ്ഫോടനത്തില് ഈ ഷാസി നമ്പർ ഒന്നും തെളിഞ്ഞിട്ടില്ല ആ വണ്ടിയുടെ. ഇപ്പൊ ഇവരുടെ വണ്ടിയാണ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മാർക്കറ്റിൽ വണ്ടി നിർത്തി പോകുന്നു, എന്റെ വണ്ടിയിലേക്ക് ഒരു സ്ഫോടക വസ്തു ഒരു ഭീകരവാദി സ്ട്രാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചാൽ ഞാനാവും അതിന്റെ ഉത്തരവാദി. ഇപ്പൊ കോടതി 17 വർഷം, 1-2 ദിവസമല്ല, 17 വർഷം ഈ കേസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോഴും മാന്യ സുഹൃത്ത് സേനാപതി വേണു സാർ പറഞ്ഞത് അവര് നിരപരാധി ആരാണ് ചെയ്തതുകൊണ്ട് കണ്ടുപിടിക്കട്ടെ. ഒരു കൊലപാതക കേസിൽ ക്രിമിനൽ ചട്ടപ്രകാരം ഒരു കൊലപാതക കേസിൽ ഒരാൾ ആരോപിക്കപ്പെട്ട് പിന്നെ കോടതി വിചാരണ നേരിടുമ്പോൾ അയാൾ ഇതിൽ പങ്കാളി അല്ലെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഉത്തരവാദിത്തമാണോ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കലും? അല്ല. അങ്ങനെ നിങ്ങൾക്ക് വല്ല ആക്ഷേപം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങേക്കോ നേരിട്ട് ഇതേ NIA കോടതി വീണ്ടും അപേക്ഷ സമർപ്പിക്കാമല്ലോ, ഇവരെ വീണ്ടും വിചാരണ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു ക്രിമിനൽ കേസിൽ ഇത്രയും 17 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് പോസിബിളായ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇവരെ വിട്ടയച്ചിരിക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ഇവരെ ബുക്ക് ചെയ്തതോ കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്നുള്ള തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇവർ സന്യാസിനിമാരാണ് അല്ലെങ്കിൽ സന്യാസിയാണ്, അതുകൊണ്ട് ഇത് കാവ്യ ഭീകരത ഉറപ്പിക്കാനുള്ള നല്ല ആയുധമാണെന്ന് കരുതി തന്നെയല്ലേ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അന്നത്തെ വലിയ ഉദ്യോഗസ്ഥന്മാർ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ, അന്നത്തെ വലിയ ആന്റി ടെററിസം ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ ആളുകളെ ബുക്ക് ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് 17 കൊല്ലം കഴിഞ്ഞ് തെളിയുന്നത്? അപ്പോ അതിൽ ആരോപിക്കുന്ന കാരണം കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എങ്കിൽ അത് എത്രത്തോളം വലിയ നിയമ വാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്, എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇനി പ്രജ്ഞാ സിംഗ് താക്കൂറിനെയും കൂട്ടരെയും വിട്ടയച്ചത് കൊണ്ടും അവർ നിരപരാധികളാവുന്നില്ല. മറിച്ച് അവർ തെളിയിക്കണം, അല്ലെങ്കിൽ കോടതി പറയണം അടുത്ത ആരാണ് ഇനി ഇതിൽ ചെയ്തത്, മാലഗാവ് സ്ഫോടനത്തിന് കാരണക്കാരാണെന്നും കൂടി പറഞ്ഞാലേ ഉള്ളൂ ഈ ഹിന്ദു ഭീകരവാദികൾക്ക് ഒരു മാപ്പ് കൊടുക്കുക, അല്ലെ? അതേ സമയത്ത് ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അഫ്സൽ ഗുരുവിനെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? ആ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഭീകര വിഷം നിറഞ്ഞ മാധ്യമത്തിന്റെ മലയാളം ആഴ്ചപ്പതിപ്പിൽ അവര് എഴുതിയിരിക്കുകയാണ്, അഫ്സൽ ഗുരുവിനും കുഞ്ഞുണ്ട്, അവനും കുടുംബമുണ്ട്, അവനും മനുഷ്യാവകാശമുണ്ട്. ഇത്രയും ഭീകരവും നെറികെട്ടതുമായി ചെയ്ത എല്ലാ പാർലമെന്റ് ആക്രമണം നടത്തിയ ആളെ പോലും താലോലിക്കുന്ന മനസ്ഥിതിയുള്ള ഇവിടുത്തെ മുസ്ലിം ലീഗ് ആവട്ടെ, INL ആവട്ടെ, ഇവിടുത്തെ SDPI ആവട്ടെ, ഇവിടുത്തെ കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ഇവർക്ക് അഫ്സൽ ഗുരുവിന് മനുഷ്യാവകാശമുണ്ട്. അഫ്സൽ ഗുരുവിന് ഒരു കാര്യം തെളിയിക്കേണ്ട കാര്യമില്ല. അവൻ സ്ഫോടനം നടത്തി അകത്തായാൽ പോലും അവൻ ആയിരിക്കുമെന്ന് ആശങ്കയുള്ളവർ ഇപ്പോൾ പറയുന്നു, കോടതി 17 കൊല്ലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിട്ടയച്ച ഒരാളെ, അക്യൂറ്റ് ചെയ്ത ഒരാളെ ഇനിയും തെളിയിക്കാൻ അംഗീകരിക്കണമെങ്കിൽ എന്തുകൂടെ തെളിയണം? ആര് ബോംബ് വെച്ച് തെളിയണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട്, ഹിന്ദു ടെററിസം ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് എക്കാലത്തും ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ വിദേശത്ത് നിന്ന് അവർക്ക് ചെലവ് കൊടുത്തിരിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് മോദിയെ ഒരു കാലത്ത് മോദിയെ നരാധമൻ എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ നരഭോജി എന്നാണ് വിളിച്ചത്. നരഭോജി എന്തിന്റെ പേരാണ്? ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ്. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അതിൽ പോലും ഒരു പർട്ടിക്കുലർ ഹിന്ദു അപ്രൈസിങ്ങിനെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയുള്ളവരാണ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെല്ലാം. കാരണം ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഒന്നല്ലെങ്കിൽ ചൈനയുടെ 5ാം പത്തിയായിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ വമ്പൻ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, വമ്പൻ വ്യവസായികളുമായിട്ട് വേദി പങ്കിടുന്ന, അവരോടൊപ്പം നിശാനൃത്ത പാർട്ടികളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഒരുപക്ഷെ അവിടെ നിന്ന് കഞ്ചാവല്ല
അവിടുന്ന് രാസലഹരിയുമായി പിടിക്കപ്പെട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന് നേതാക്കന്മാരായ ചിലർ ഇവിടെ ഹിന്ദു ഭീകരവാദമെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കേസുകൾ കുത്തിപ്പൊക്കുന്നത്. ഇതേ കൂട്ടർക്ക് വ്യക്തമായി മനുഷ്യക്കടത്ത് ആരോപിക്കുന്ന ഒരു ക്രിസ്തീയ പുരോഹിതയെ പറ്റി പറയുമ്പോൾ അത് ക്രിസ്തു മതത്തെ ആക്രമിച്ചായിട്ട് ചിത്രീകരിക്കലും BJP-യെ പ്രതിസ്ഥാനം നിർത്താൻ വേണ്ടിയുള്ള പ്രചരണവുമാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഇന്നത്തെ ഹിന്ദുവിനുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ അധികം പറയുന്നില്ല.